എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മുടെ ടോപ്പിക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു സ്നാക്കിനെ കുറിച്ചാണ്. നിലക്കടല അഥവാ പീനട്ട്. രുചിയിൽ മുന്നിലാണെങ്കിലും പല അമ്മമാർക്കും സംശയമുള്ള ഒരു കാര്യമാണിത്. കുട്ടികൾക്ക് നിലക്കടല കൊടുക്കാമോ, അത് കഫക്കെട്ടുണ്ടാക്കുമോ, ഗ്യാസ് ഉണ്ടാക്കുമോ എന്നൊക്കെ, ഇത് അലർജിക്ക് കാരണമാകുമോ എന്നൊക്കെ. നിലക്കടലയുടെ ഗുണങ്ങളും അതെങ്ങനെ കുട്ടികൾക്ക് സുരക്ഷിതമായി നൽകാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗ്രീഷ്മ, അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ സെന്റ് പോൾസ് ആയുർവേദ. നിലക്കടല വെറും ഒരു സാധാരണ സ്നാക്കല്ല. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. ഇതിൽ പ്രോട്ടീൻ സമ്പന്നമാണ്. കുട്ടികളുടെ പേശികളുടെ വളർച്ചയ്ക്കും ശരീര വികാസത്തിനും പിന്നെ ധാരാളം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതിലടങ്ങിയിരിക്കുന്ന നിയാസിൻ, ദാറ്റ് ഈസ് വൈറ്റമിൻ B3, വൈറ്റമിൻ ഇ എന്നിവ കുട്ടികളുടെ ഓർമ്മശക്തിക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ്. നിലക്കടല ഒരു എനർജി ബൂസ്റ്റർ ആണ്. സ്ഥിരമായി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എനർജി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. സിങ്ക്, മാഗ്നീഷ്യം എന്നിവ ഇതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇത് മെലിഞ്ഞ കുട്ടികളിൽ വെയിറ്റ് കൂടാൻ സഹായിക്കുമോ എന്ന്. കുട്ടികളിൽ ആരോഗ്യകരമായ രീതിയിൽ തൂക്കം കൂട്ടാൻ നിലക്കടല വളരെ മികച്ചതാണ്. ഇതിൽ കലോറി, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ അളവിൽ കൂടുതലുള്ളതിനാൽ കുട്ടികൾക്ക് ശരീരഭാരം വെക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി ഒരു സംശയമുണ്ട്, പീനട്ടിലെ കൊഴുപ്പ്. അത് പലരും കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കാറുണ്ട്. എന്നാൽ പീനട്ടിൽ അടങ്ങിയിരിക്കുന്നത് മോണോ അൺസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാതെ നല്ല കൊഴുപ്പുകളാണ്. അത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് കുട്ടികളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ഹൃദയ ആരോഗ്യത്തിനും പിന്നെ വൈറ്റമിൻ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. പീനട്ടിന് ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും ചിലരെങ്കിലും ഇത് അലർജി ഉണ്ടാക്കുന്നു. ഇത് ശരീരത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ അലർജി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പീനട്ടിൽ അടങ്ങിയിരിക്കുന്ന 6H1, 6H2, 6H3, 6H6 തുടങ്ങിയ പ്രോട്ടീൻസ് ആണ് ഇതിന് കാരണം. അലർജി ഉള്ള ഒരാള് പീനട്ട് കഴിക്കുമ്പോൾ അയാളുടെ പ്രതിരോധ വ്യവസ്ഥ ഈ പ്രോട്ടീൻസിനെ ശത്രുവായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അപ്പം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ കടല കഴിക്കുന്ന സമയത്ത് ഈ പ്രോട്ടീൻസ് IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന പ്രത്യേക ആന്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. പിന്നീട് വീണ്ടും നമ്മൾ കടല കഴിക്കുന്ന സമയത്ത് ഈ ആന്റിബോഡീസ് പ്രോട്ടീനുമായിട്ട് ചേരുന്നു. എന്നിട്ട് ശരീരത്തിലെ മാസ് സെൽസിൽ നിന്നും ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ, ഈ ഹിസ്റ്റമിൻ വൻതോതിൽ ശരീരത്തിൽ ഉണ്ടാവുന്നു. ഈ ഹിസ്റ്റമിൻസ് ആണ് ശരീരത്തിലെ തടിപ്പ്, ചൊറിച്ചിൽ, വീക്കം, ശ്വാസമുട്ട് അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന അനാഫൈലാക്സിസ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. പല അമ്മമാരുടെയും ഡൗട്ടാണ് നിലക്കടല കഫക്കെട്ടോ അല്ലെങ്കിൽ ഗ്യാസോ ഉണ്ടാക്കുന്നതെന്ന്. പ്രധാന ചോദ്യമാണ്, ഇത് കഫക്കെട്ട് ഉണ്ടാക്കുമോ എന്നുള്ളത്. നിലക്കടല നേരിട്ട് കഫക്കെട്ട് ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇതിപ്പോ കുട്ടിക്ക് നിലക്കടല അലർജി ഉണ്ടെങ്കിൽ തൊണ്ടയിൽ അസ്വസ്ഥതയോ അല്ലെങ്കിൽ തുമ്മലോ മൂക്കടപ്പോ ഒക്കെ ഉണ്ടാക്കാം. ഇത് പലരും കഫക്കെട്ടായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഇത് കഫക്കെട്ട് ഉണ്ടാക്കുന്നില്ല. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഗ്യാസ് ഉണ്ടാക്കുമോ എന്നുള്ളത്. നിലക്കടലിൽ റിച്ച് ഇൻ ഫൈബറും പ്രോട്ടീൻസും ആണ്. ഒത്തിരി ഫൈബറും പ്രോട്ടീൻസും ഉള്ളതിനാൽ തന്നെ ഇത് ദഹനം അല്പം പ്രയാസമാണ്, പെട്ടെന്ന് ദഹിക്കത്തില്ല. അത് കുട്ടികൾ അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ വയറ് വീർക്കാനും അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടാകാനും വയറുവേദനയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പല അമ്മമാരും ചോദിക്കും, വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി മാറുമോ എന്നുള്ളത്. നിലക്കടല വറുക്കുകയോ അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അലർജിക്ക് കാരണമാകുന്ന പ്രോട്ടീൻസ് ഇല്ലാതാകുന്നില്ല. ചില പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസിന്റെ വീര്യം ഒന്നും കൂടെ കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പീനട്ട് അലർജി ഉള്ള കുട്ടികൾക്ക് നമുക്ക് വറുത്ത് നൽകുന്നതും സുരക്ഷിതമല്ല. ഇനി ആരൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? പീനട്ട് കഴിക്കുമ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കണം? കുട്ടികളിൽ ആർക്കെങ്കിലും നിലക്കടല അലർജി ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആസ്മ, എക്സീമ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ കുട്ടികൾക്ക് ഇത് കൊടുക്കാമുള്ളൂ. പിന്നെ പേരൻസ് മാത്രമല്ല, സിബ്ലിങ്സിന് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ പീനട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 6 months കഴിയുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. എങ്ങനെ ഇത് നമുക്ക് കുട്ടികൾക്ക് സുരക്ഷിതമായി നൽകാം? കുട്ടികൾക്ക് നിലക്കടല നമുക്ക് കൊടുക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ, 4-5 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് കൊടുക്കരുത്. അത് ചോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തൊണ്ടയിൽ അതിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അതൊന്നെങ്കിൽ പീനട്ട് ബട്ടറായിട്ട് നിങ്ങൾക്ക് നൽകാം, അല്ലെങ്കിൽ പൊടിച്ചിട്ട് അത് പാലിലോ വെള്ളത്തിലോ ഒക്കെ കലക്കി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ
പീനട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരു 3 day റൂൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന്. അങ്ങനെ ഒന്നുമില്ല എന്ന് സ്ഥിരീകരിച്ച ശേഷം പതുക്കെ അളവ് കൂട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ രസകരവും എന്നാൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലർക്ക് അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ പീനട്ട് അലർജി കാണിക്കും, എന്നാൽ അവർ നിലക്കടല കഴിക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിന് കാരണം ക്രോസ്ലി റിയാക്ഷൻ അഥവാ ബർച്ച് പോളൻ അലർജിയാണ്. അന്തരീക്ഷത്തിലുള്ള ബർച്ച് പോളൻ അത് അലർജിയുള്ള ചിലരിൽ ഇതിന്റെ പ്രോട്ടീനും നിലക്കടലയുടെ പ്രോട്ടീനും ശരീരം തെറ്റിദ്ധരിക്കും സെയിം ആണെന്ന് വിചാരിച്ചാണ് അവർക്ക് അലർജി ഉണ്ടാവുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവായി കാണുമെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് നിലക്കടല അപകടകാരിയല്ല. അപ്പം അതിനാൽ അലർജി ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിലക്കടല അലർജി ആണെന്ന് കരുതി കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളത്. ശരിയായ രീതിയിൽ നൽകിയാൽ കുട്ടികൾക്ക് ഏറ്റവും ആരോഗ്യമുള്ള ഒരു മികച്ച സ്നാക്കാണ് നിലക്കടല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത്.